ഹായ് ഹലോ വെൽക്കം ബാക്ക്. സോ നമുക്കൊന്നൊരു ഹാമ്പർ സെറ്റ് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്കൊരു 2 ഫ്രെയിം സെറ്റ് ചെയ്യാം. അതിൽ ഒരു ഫ്രെയിം നമ്മൾ ഹാമ്പറിൽ വെക്കാനുള്ളത് തന്നെയാണ്, ആൻഡ് അനദർ ഫ്രെയിം നമ്മുടെ ഒരു A4 സൈസിൽ ചെയ്യാനുള്ളതാണ്. സോ നമ്മൾ പ്രിൻ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ സ്റ്റുഡിയോയിൽ പോയി നേരത്തെ എടുത്ത് വെച്ചിരുന്നു. അപ്പം നമ്മുടെ ഫ്രെയിം സെറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് എപ്പോഴും നമ്മുടെ ഫ്രെയിം ക്ലീൻ ആയിരിക്കണം. ജസ്റ്റ് നമ്മൾ അതിൻ്റെ സൈസിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഫ്രെയിമിൽ സെക്യൂർ ചെയ്ത് കൊടുക്കുക. ഹാൻഡ് ഫ്രെയിമിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ ബ്ലാക്ക് സെല്ലോ ടേപ്പും കൂടി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ബ്രാൻഡ് പ്രമോഷനായിട്ടുള്ള സ്റ്റിക്കറും കൂടി ഒട്ടിക്കാൻ മറക്കരുത്. അത് നമ്മളെ സ്മോൾ ബിസിനസ്സിന് നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ദെൻ നമുക്ക് ഒരു സ്മോൾ ഫ്രെയിം നമ്മൾ ഹാമ്പറിൽ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഫ്രെയിമും കൂടി സെറ്റ് ചെയ്യണം. നമ്മൾ അത് സെയിം പ്രോസസ്സിൽ തന്നെ മറ്റേ ഫ്രെയിം ചെയ്ത പോലെ ചെയ്ത് കൊടുക്കുക. സോ ഇത്രയുള്ളൂ ഫ്രെയിമിൻ്റെ പരിപാടി. നമ്മൾ 2 ഫ്രെയിമും സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ദെൻ നമുക്ക് ഹാമ്പർ സെറ്റ് ചെയ്യാം. ഒരു പിങ്ക് തീമിലുള്ള അല്ലെങ്കിൽ ഒരു പിങ്ക് ബോക്സാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ മെയിനായിട്ട് വരുന്നത് ഐഫോണാണ്. അപ്പം കസ്റ്റമറിൻ്റെ റിക്വയർമെൻ്റ് ആയിരുന്നു. ആളിത് തുറക്കുമ്പോൾ ഇതൊരു ആനിവേഴ്സറി ഗിഫ്റ്റാണ്. സോ ആളിത് തുറക്കുമ്പം ഡയറക്റ്റ്ലി ഐഫോൺ കാണരുത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ അടിയിലായിട്ടാണ് നമ്മുടെ ഐഫോണും ചാർജറും കവറൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആൻഡ് മുകൾ ഭാഗത്ത് ഒരു ഫ്രെയിം, 2 ഡയറി മിൽക്ക്, അതേപോലെ 3 സെൻറ്റർ റോസ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് സൈഡിൽ എക്സസൈസ് വന്നോട്ട് നമ്മൾ ബേബി ബ്രത്തും കൂടെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരു ഹാമ്പറിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ. ഒരു വിഷ് കാർഡും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ ബ്രാൻഡ് പ്രമോഷനായിട്ടുള്ള സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. സോ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വർക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും ഇതേപോലത്തെ വർക്ക് തരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ചെക്ക് ഔട്ട് അവർ പേജ്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.